നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെടുത്ത കേസിൽ അന്വേഷണം വൈകിയ നടപടിയിൽ മന്ത്രി ഗണേഷ് കുമാറിനോട് കോടതി വിശദീകരണം തേടി. വെള്ളിക്കോത്ത് അടോട്ടെ ഡോക്ടർ നാരായണന് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സുഭാഷ് ചന്ദ്രബോസ് അവാർഡ് നൽകി. അന്തിക്കാട് ക്ഷേത്രക്കുളത്തിൽ 2 പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പിതാവ് കൊന്നതാണെന്ന് സംശയം. പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് AR ക്യാമ്പിൽ സൗജന്യ മെഗാ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാമ്പ് നടത്തി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹെർണിയയ്ക്ക് ചികിത്സ തേടിയ രോഗിയുടെ വൃക്ക മുറിച്ചുമാറ്റി. ആശുപത്രിയിൽ സംഘർഷം. വാർത്തകൾ വിശദമായി. നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെടുത്ത കേസിൽ അന്വേഷണം വൈകിയെന്ന ഹർജിയിൽ വനം വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനോട് കോടതി വിശദീകരണം തേടി. മോഹൻലാലിന്റെ കൊച്ചിയിലെ വസതിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 4 ആനക്കൊമ്പുകൾ ഇൻകം ടാക്സ് അധികൃതർ പിടികൂടിയ സംഭവത്തിൽ വനം വകുപ്പ് കേസെടുക്കാനും അന്വേഷണം നടത്താനും തയ്യാറായില്ലെന്ന് കാണിച്ച് അഭിഭാഷകനായ അനിൽകുമാറാണ് തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയത്. മതിയായ രേഖകളില്ലാതെ ആനക്കൊമ്പ് സൂക്ഷിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മോഹൻലാലിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ടതായിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു. വനംവകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഇടപെടലാണ് കേസന്വേഷണം മരവിപ്പിച്ചതെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. ഹർജി പരിഗണിച്ച തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജ് B ഭാസ്കരൻ ഗണേഷ് കുമാറിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു. തിരുവനന്തപുരം സുഭാഷ് ചന്ദ്രബോസ് ഫൗണ്ടേഷന്റെ പുരസ്കാരം വെള്ളിക്കോത്ത് അഡോട്ട് ഡോക്ടർ നാരായണൻ പള്ളിക്കാപ്പലിന് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് നൽകി. ഗായകൻ MG ശ്രീകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മലയാള സിനിമയിൽ ഉള്ള ഫിലിം ന്യൂസിന്റെ ഉത്ഭവം തന്നെ ഒരുപക്ഷേ ഫിലിം മാലയാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ബാല്യകാലം മുതൽ ഇതങ്ങനെ തന്നെ കാണുന്നു. തലസ്ഥാനത്ത് ട്രിവാൻഡ്രം ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് പാച്ചല്ലൂർ C രാജാരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ഹാപ്പി കുമാർ, ശുചിത്വ ബോർഡ് ഡയറക്ടർ VS സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു. CPM മുണ്ടൂർ ഏരിയ സെക്രട്ടറിയും വിമത വിഭാഗം നേതാവുമായ ഗോകുൽദാസിനെതിരായ പാർട്ടി അച്ചടക്ക നടപടി ഇപ്പോഴും നിലനിൽക്കുന്നതായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK ബാലൻ പറഞ്ഞു. ഗോകുൽദാസിനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ പാർട്ടി നടപടി ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രശ്നം പഠിക്കാൻ പാർട്ടി നിയോഗിച്ച എളമരം കരീം കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഇക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും പറയാനാകുമെന്നും ബാലൻ പറഞ്ഞു. മുണ്ടൂരിലെ പാർട്ടി സഖാക്കളെ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഗോകുൽദാസിനെതിരായ അച്ചടക്ക നടപടി റദ്ദാക്കിയെന്ന പ്രചരണം മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണെന്നും AK ബാലൻ പറഞ്ഞു. അന്തിക്കാട് ക്ഷേത്രക്കുളത്തിൽ 2 പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് കുട്ടികളുടെ പിതാവിനെ തിരയുകയാണ്. മാങ്ങാട്ടുകര സുരേന്ദ്രന്റെ മക്കളായ 7 വയസ്സുള്ള ആദിത്യവേണി, 3 വയസ്സുള്ള കൃഷ്ണവേണി എന്നിവരാണ് മരിച്ചത്. പനി ബാധിച്ച് കുന്നംകുളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മയോടൊപ്പമായിരുന്ന കുട്ടികളെ അച്ഛൻ വീട്ടിലേക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. കൊലപാതകമാണെന്ന സംശയത്തെ തുടർന്ന് അച്ഛൻ സുരേന്ദ്രനെ പോലീസ് തിരയുന്നു. ഇളയകുട്ടി കൃഷ്ണവേണിയുടെ മൃതദേഹമാണ് ഉച്ചയോടെ ക്ഷേത്രക്കുളത്തിൽ ആദ്യം കാണപ്പെട്ടത്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി നടത്തിയ തിരച്ചിലിലാണ് മൂത്ത കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെടുത്തത്. പ്ലാച്ചിമടയിൽ ജലചൂഷണം നടത്തിയ കോർപ്പറേറ്റുകൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതിനാലാണ് ഇടതുമുന്നണിയിൽ നിന്നും പുറത്തായതെന്ന് സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് MP വീരേന്ദ്രകുമാർ പറഞ്ഞു. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി 4 ജില്ലകളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് കോട്ടയത്തെ സോഷ്യലിസ്റ്റ് ജനതാ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേഖലാ സമ്മേളനം നടന്നത്. രൂക്ഷമായ വിമർശനമാണ് CPMന് നേരെ പാർട്ടി അധ്യക്ഷൻ MP വീരേന്ദ്രകുമാർ ഉന്നയിച്ചത്. പ്രതീക്ഷിക്കാത്ത മാറ്റമാണ് CPMൽ സംഭവിച്ചത്. കോർപ്പറേറ്റ് പാർട്ടിയായി അത് മാറിയിരിക്കുന്നു. പ്ലാച്ചിമടയിൽ കോർപ്പറേറ്റുകൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് പാർട്ടിക്ക് LDFന് പുറത്തു പോകേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊക്കക്കോളയുമായിട്ട് നമ്മൾ നടത്തിയ സമരത്തിന് അത്രയും വലിയ മാനങ്ങളുണ്ടായിരുന്നു. കോർപ്പറേറ്റ് അധീശത്വത്തിന് വഴങ്ങിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ ഒഴിവാക്കിയത്. നമ്മുടെ ഇടതുപക്ഷ മുന്നണിയിൽ നമുക്ക് ശല്യമായിരുന്നു ഇന്നത്തെ കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റുകൾക്ക്. ഇതാണ് അതിന്റെ സത്യം. 2 മുന്നണികളിലായാണ് നമ്മുടെ രാഷ്ട്രീയം. 3ാം മുന്നണിയുമുണ്ട്. എന്നാൽ 3ാം മുന്നണിയല്ല, 3ാം രാഷ്ട്രീയമാണ് സോഷ്യലിസ്റ്റ് ജനതയുടെ ആശയം. ദേശീയ നേതാക്കൾ പ്രാദേശികമായി ചുരുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന്. ഈ സാഹചര്യത്തിൽ കോഴിക്കോട് നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ദേശീയ ബദൽ രേഖയുണ്ടാക്കുന്നതിന് വേദിയാകുമെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു.
പാർട്ടി നേതാക്കളായ ഡോക്ടർ വർഗീസ് ജോർജ്, ഷെയ്ഖ് പി ഹാരിസ്, ചാരുപാറ രവി, ജോസഫ് ചാവറ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് അസോസിയേഷൻ, പോലീസുകാരുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് AR ക്യാമ്പിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ജില്ലാ പോലീസ് സൂപ്രണ്ട് S. സുരേന്ദ്രൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് ബന്ധപ്പെട്ട ഹോസ്പിറ്റൽസും മറ്റ് ഡോക്ടേഴ്സും എല്ലാം ബന്ധപ്പെട്ടപ്പോൾ അവർ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനവും. അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോലീസിൽ പോലീസ് പ്രത്യേകിച്ച് നിൽക്കുന്ന ഒരു വിഭാഗമല്ല. ജനങ്ങളുടെ സംരക്ഷകരാ, ജനങ്ങളുടെ, പ്രത്യേകിച്ച് സാധാരണക്കാരെ, അപരകളായിട്ടുള്ള ആളുകളുടെ, എല്ലാ തരത്തിലും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, സാധാരണയിൽ സാധാരണക്കാർ, അവർക്ക് കൂടെ അവരുടെ ഭാഗമൊക്കെ ആയിട്ടുള്ള അവരിൽ ഒരാളായിട്ട് മാറാനാണ് പോലീസ് ആഗ്രഹിക്കുക. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ ആ പോലീസിന്റെ ചേഞ്ച് വരുന്നു, മാറ്റം വരുന്നു. എല്ലായിടത്തും പല ന്യൂനതകൾ ഉണ്ടായിരിക്കാം, പലതും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഈ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് നിങ്ങൾ അതും ചൂണ്ടിക്കാണിക്കാം. അതൊക്കെ ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, ജില്ലാ പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് ജോൺസ് ആംബുലൻസ് കേരളയുടെയും ജസ്റ്റിസ് KS ഹെഗ്ഡെ ഹോസ്പിറ്റൽ മംഗലാപുരത്തിൻ്റെയും സഹകരണത്തോടെ AR ക്യാമ്പിൽ ഹൃദയം, വൃക്ക, കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട, അസ്ഥിരോഗ സൗജന്യ പരിശോധന ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി S. സുരേന്ദ്രൻ നിർവഹിച്ചു. കേരള പോലീസ് അസോസിയേഷൻ പ്രസിഡന്റ് K. വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ചെയർമാൻ E. ചന്ദ്രശേഖരൻ നായർ മുഖ്യ അതിഥിയായിരുന്നു. സെന്റ് ജോൺസ് ആംബുലൻസ് സംസ്ഥാന കോർഡിനേറ്റർ ഉമേഷ് പോച്ചപ്പൻ വിശദീകരണം നടത്തി. കാസർഗോഡ് ASP TK ഷിബു, DYSP തമ്പാൻ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP റോക്കി, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സെക്രട്ടറി HS ഭട്ട്, പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ, CM അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. കേരള പോലീസ് അസോസിയേഷൻ സെക്രട്ടറി KV രാജീവൻ സ്വാഗതവും KPA വൈസ് പ്രസിഡന്റ് M. മോഹനൻ നന്ദിയും പറഞ്ഞു. കാലിത്തീറ്റയുടെ വില ഉയരുന്നതിൽ പ്രതിഷേധിച്ച് ക്ഷീര കർഷകർ പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിച്ചു. സ്വകാര്യ കമ്പനികളെ സഹായിക്കുവാൻ മിൽമയും കേരള ഫീഡ്സും കാലിത്തീറ്റയുടെ ഉൽപ്പാദനം കുറച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ക്ഷീര കർഷകർ ആരോപിച്ചു. മിൽമയും കേരള ഫീഡ്സും കാലിത്തീറ്റയുടെ ഉൽപ്പാദനം കുറച്ചതോടെ സംസ്ഥാനത്തെ 4 ലക്ഷത്തോളം വരുന്ന ക്ഷീര കർഷകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വില ഉയർന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മിൽമയും കേരള ഫീഡ്സും കാലിത്തീറ്റ ഉൽപ്പാദനം കുറച്ചത്. ഉൽപ്പാദനം കുറഞ്ഞതോടെ സ്വകാര്യ കമ്പനികളുടെ കാലിത്തീറ്റ അമിതവില നൽകി വാങ്ങേണ്ട ഗതികേടിലാണ് ക്ഷീര കർഷകർ. ഒരു ചാക്ക് കാലിത്തീറ്റ 650 രൂപയ്ക്ക് വാങ്ങിയിരുന്ന ക്ഷീര കർഷകർ ഇപ്പോൾ സ്വകാര്യ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന കാലിത്തീറ്റ ചാക്കൊന്നിന് 1000-ലധികം രൂപ കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയിലാണ്. നഷ്ടങ്ങൾ നികത്തുവാൻ മിൽമയ്ക്ക് 7.5 കോടി രൂപയും കേരള ഫീഡ്സിന് 12 കോടി രൂപയും സർക്കാർ അനുവദിച്ചുവെങ്കിലും ഉൽപ്പാദനം കുറച്ച് ക്ഷീരമേഖലയെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വീകരിച്ചതെന്ന് ക്ഷീര കർഷകർ ആരോപിക്കുന്നു. കാലിത്തീറ്റയുടെ കുത്തനെയുള്ള വിലവർദ്ധനവ് മൂലം പല ക്ഷീര കർഷകരും ഈ രംഗം വിട്ടുപോവുകയും പാലുൽപാദനം ഗണ്യമായി കുറയുകയും ചെയ്തിട്ടും നടപടി സ്വീകരിക്കുവാൻ മടികാട്ടുന്ന അധികൃതർക്കെതിരെ ഒടുവിൽ ക്ഷീര കർഷകർ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കാലിത്തീറ്റയുടെ വിലവർദ്ധനവ് മൂലം കോട്ടയം ജില്ലയിൽ 250 ക്ഷീരസംഘങ്ങളിലെ 25,000-ഓളം ക്ഷീര കർഷകർ പ്രതിസന്ധിയെ നേരിടുന്ന സാഹചര്യത്തിൽ പശുവിനെ മുന്നിൽ നിർത്തി നയിച്ച പ്രകടനത്തോടെയാണ് കളക്ടറേറ്റ് കവാടത്തിലെത്തിയത്. പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ചേർന്ന ധർണ DCC പ്രസിഡന്റ് കുര്യൻ ജോയി ഉദ്ഘാടനം ചെയ്തു. PT കുര്യാക്കോസ്, മാർക്കസ് P. എബ്രഹാം, തിരുവഞ്ചൂർ മണി, VR മധുകുമാർ എന്നിവർ നേതൃത്വം നൽകി. കാലിത്തീറ്റ വില നിയന്ത്രിക്കുവാൻ അധികൃതർ ഇനിയും മടികാട്ടിയാൽ വരും ദിനങ്ങളിൽ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയരുമെന്ന് ക്ഷീര കർഷകർ മുന്നറിയിപ്പ് നൽകി. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ. കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി. ശാന്തമായ അന്തരീക്ഷം. വിശാലമായ പാർക്കിംഗ്. പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 04672980-148. വാർത്തകൾ തുടരുന്നു.
ശബരിമല എരുമേലി പമ്പ പാതയിലെ കണമല പാലത്തിന്റെ നിർമ്മാണത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി ലഭിച്ചു. എരുമേലി ഇലവങ്കൽ ശബരിമല പാതയിൽ കണമലയ്ക്ക് സമീപം പമ്പാ നദിക്ക് കുറുകെ പാലം നിർമ്മിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. നിലവിൽ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുകാരുടെ ശ്രമഫലമായി നിർമ്മിച്ച ഒരു കോസ്വേ മാത്രമാണുള്ളത്. ഒരുവരി ഗതാഗതം മാത്രം സാധ്യമാകുന്ന കോസ്വേ തീർത്ഥാടന കാലയളവിൽ വൻ ഗതാഗത കുരുക്കിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇതിന് പരിഹാരമായാണ് കോസ്വേയോട് ചേർന്ന് പാലം നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് രൂപരേഖ തയ്യാറാക്കിയത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനായി പത്തനംതിട്ട ജില്ലയിലെ കരയിലാണ് വനഭൂമി ആവശ്യമായി വന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് വനഭൂമിക്കായി അപേക്ഷ നൽകിയത്. ഇപ്പോൾ ലഭിച്ച അന്തിമാനുമതി അനുസരിച്ച് അടുത്ത 20 വർഷത്തേക്കാണ് വനഭൂമി പൊതുമരാമത്ത് വകുപ്പിന് നൽകുന്നത്. എന്നാൽ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം വനം വകുപ്പിന് തന്നെ ആയിരിക്കുകയും ചെയ്യും. ലഭ്യമായ വനത്തിന്റെ 10 ഇരട്ടി ഭാഗത്ത് പൊതുമരാമത്ത് വകുപ്പ് വനവൽക്കരണം നടത്തണമെന്നതുൾപ്പെടെയുള്ള കർശന നിബന്ധനകളോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അന്തിമാനുമതി നൽകിയിരിക്കുന്നത്. വനഭൂമി ലഭ്യമായതോടെ പാലം നിർമ്മാണത്തിനുള്ള പ്രധാന പ്രതിസന്ധികൾ നീങ്ങിയിരിക്കുകയാണ്. ദേശീയ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട താരത്തിന്റെ പരിശീലനം ആവശ്യമായ പരിശീലന സാമഗ്രികൾ ഇല്ലാത്തതിനാൽ പ്രതിസന്ധിയിൽ. സ്വന്തം അമ്പും വില്ലും ഇല്ലാത്തതിനാൽ പരിശീലനം നടത്താനോ മത്സരിക്കാനോ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുത്ത കുൽക്കാട്ടുകോണം സ്വദേശി കിഷോറിനാകുന്നില്ല. കഠിനാധ്വാനത്തിലൂടെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ ഒരിടം നേടി. പക്ഷേ സ്വന്തമായി അമ്പും വില്ലുമില്ലാത്തതിനാൽ പരിശീലനം നടത്താനോ മത്സരിക്കാനോ ആവാത്ത സ്ഥിതിയാണ് കുഴിക്കാട്ടുകോണം സ്വദേശി കിഷോറിനുള്ളത്. 45% ശാരീരിക വൈകല്യമുള്ള കിഷോർ ശാരീരിക പരിമിതികളെ കൂടി കണക്കിലെടുത്താണ് അമ്പെയ്ത്തിൽ പരിശീലനം ആരംഭിച്ചത്. സ്വന്തമായി അമ്പും വില്ലുമില്ലാത്തതിനാൽ തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിൽ മറ്റുള്ളവരുടെ അമ്പും വില്ലും ഉപയോഗിച്ചായിരുന്നു പരിശീലനം. ബാല്യം മുതലേ കളരിപ്പയറ്റ് അഭ്യസിച്ചിരുന്നതിനാൽ അമ്പെയ്ത്ത് കൂടുതൽ എളുപ്പമായി. അമ്പെയ്ത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ ഒക്ടോബർ 13 മുതൽ 17 വരെ മഹാരാഷ്ട്രയിൽ നടത്തുന്ന ദേശീയ പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിലേക്ക് കിഷോർ തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ സ്വന്തമായി അമ്പും വില്ലുമില്ലാത്തത് മൂലം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. തൃശൂർ സരോജ മൾട്ടി ഹോസ്പിറ്റലിൽ ഹെർണിയയ്ക്ക് ചികിത്സ തേടിയ രോഗിയുടെ വൃക്ക ആശുപത്രി അധികൃതർ മുറിച്ചു മാറ്റിയതായി ബന്ധുക്കൾ ആരോപിച്ചു. ഇതിനെ ചൊല്ലി ആശുപത്രിയിൽ സംഘർഷമുണ്ടായി. വാടാനപ്പള്ളി സ്വദേശി മതിലകത്ത് വീട്ടിൽ 69 വയസ്സുള്ള അബ്ബാസിനെ ഇക്കഴിഞ്ഞ 20-ാം തീയതിയാണ് സരോജ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. ഹെർണിയയ്ക്കുള്ള ചികിത്സ തേടിയാണ് ആശുപത്രിയിൽ എത്തിയതെന്നും 4 ദിവസം മുൻപ് നടത്തിയ ശസ്ത്രക്രിയയ്ക്കിടെ അബ്ബാസിന്റെ വൃക്കകളിലൊന്ന് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ AC വേലായുധന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ മുറിച്ചുമാറ്റിയെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. 4 ദിവസം മുൻപ് നടത്തിയ ശസ്ത്രക്രിയയിൽ മുറിച്ചുമാറ്റിയത് വൃക്കയായിരുന്നുവെന്ന് തങ്ങൾ അറിഞ്ഞില്ലെന്നും അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് വ്യാഴാഴ്ച മുറിയിലെത്തിയപ്പോഴാണ് വിവരമറിഞ്ഞതെന്നും അബ്ബാസിന്റെ മകൻ ആരോപിക്കുന്നു. സംഭവത്തെ ചൊല്ലി രോഗിയുടെ ബന്ധുക്കൾ ആശുപത്രി അധികൃതരുമായി തർക്കത്തിലേർപ്പെട്ടത് സംഘർഷത്തിനിടയാക്കി. എന്നാൽ അബ്ബാസ് എന്ന രോഗി ഇടത്തെ വൃക്കയിൽ ട്യൂമറുമായാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നും ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ബന്ധുക്കളിൽ നിന്നും സമ്മതപത്രം ഒപ്പിട്ടു വാങ്ങിയിട്ടുണ്ടെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. രോഗിയുടെ മുറിച്ചുമാറ്റിയ വൃക്ക പരിശോധനയ്ക്ക് അയച്ചതായും ആശുപത്രി അധികൃതർ അവകാശപ്പെടുന്നുണ്ട്. ആശുപത്രിയിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് ഈസ്റ്റ് CI S സന്തോഷ്, SI ബെന്നി ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇരുകൂട്ടരുമായും ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചു. രോഗിയെ പിന്നീട് ഡിസ്ചാർജ് ചെയ്ത് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ വോട്ട് ചെയ്ത BJP അംഗം തുളസിദാസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ BJP ജില്ലാ ഘടകം തീരുമാനിച്ചു. പാർട്ടി അംഗത്വത്തിൽ നിന്ന് തുളസിദാസിനെ പുറത്താക്കിയാൽ പഞ്ചായത്ത് അംഗ പദവി നഷ്ടമാകും. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ CT സ്കാനിന്റെ പ്രവർത്തനം തുടങ്ങി. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. APL BPL കാർഡ് ഉടമകൾക്ക് 800 മുതൽ 700 രൂപ വരെയാണ് ചാർജ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെടുത്ത കേസിൽ അന്വേഷണം വൈകിയ നടപടിയിൽ മന്ത്രി ഗണേഷ് കുമാറിനോട് കോടതി വിശദീകരണം തേടി. വെള്ളിക്കോത്ത് അടോട്ടെ ഡോക്ടർ നാരായണന് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സുഭാഷ് ചന്ദ്രബോസ് അവാർഡ് നൽകി. അന്തിക്കാട് ക്ഷേത്രകുളത്തിൽ 2 പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പിതാവ് കൊന്നതാണെന്ന് സംശയം. പോലീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് AR ക്യാമ്പിൽ സൗജന്യ മെഗാ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാമ്പ് നടത്തി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹെർണിയയ്ക്ക് ചികിത്സ തേടിയ രോഗിയുടെ വൃക്ക മുറിച്ചുമാറ്റി. ആശുപത്രിയിൽ സംഘർഷം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.